Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. നല്ല പതുപതുത്ത പഞ്ഞി പോലെയുള്ള ഒരു ഓംലെറ്റ്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് കാണുമ്പോൾ നല്ല വലുപ്പം തോന്നുമെങ്കിലും വെറും രണ്ട് മുട്ട കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം മിസ്സാകാതെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോഴിമുട്ടയാണ്. നമ്മൾ ഈ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട തണുപ്പോട് കൂടി എടുക്കരുത്. കുറച്ച് നേരം തണുപ്പ് മാറി നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ നമ്മൾ മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ പൊട്ടിച്ച മുട്ട 2 തോടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ട് ആ മഞ്ഞ പൊട്ടിപ്പോകാതെ തന്നെ നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള സ്പൂൺ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അപ്പം ഒരു പാത്രത്തിലേക്ക് വെള്ളയും ഒരു പാത്രത്തിലേക്ക് മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 2 മുട്ടയും നമ്മൾ മഞ്ഞയും വെള്ളയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒട്ടും ആ മഞ്ഞ നമ്മുടെ വയറ്റിലേക്ക് വീഴരുത്. യെല്ലോ പാർട്ട് ഫുള്ളായിട്ട് ഒരു പാത്രത്തിലും വൈറ്റ് പാർട്ട് ഫുള്ളായിട്ട് വേറൊരു പാത്രത്തിലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ആ യെല്ലോ പാർട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് അതല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ വിസ്ക് ഉപയോഗിച്ചിട്ട്, കാരണം 2 മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉള്ളല്ലോ, അപ്പം ഒരു ചെറിയ വിസ്ക് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ മതി. അത് വെച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രീമി ഫോമിലായാൽ മതി, അത്രയും തന്നെ മതി. അപ്പോൾ നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ഇനി വെള്ളം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു വൈറ്റ് നന്നായിട്ട് ബീറ്റായി കിട്ടാനാണ് നമ്മൾ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു ചെറിയ മധുരവും നമ്മുടെ ഓംലെറ്റിനുണ്ടാകും. എന്നിട്ടിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 മുട്ട ആയതുകൊണ്ട് വലിയ വിസ്ക് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതിപ്പോൾ ചെറിയ വിസ്ക് ആയതുകൊണ്ട് 2 മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വലിയ വിസ്ക് ഉള്ളവർ ഒരു 4 മുട്ടയോ അല്ലെങ്കിൽ 3 മുട്ടയെങ്കിലും എടുത്തിട്ട് ചെയ്യാൻ നോക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വലിയ പണിയില്ലാതെ വേഗം ബീറ്റായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഇങ്ങനെ കയ്യിൽ 2 കയ്യിലും വെച്ച് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ആക്കുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ബീറ്റായി കിട്ടുന്നത്. നമ്മൾ അല്ലാതെ കൈ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കടഞ്ഞെടുക്കുന്നത് പോലെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് വെള്ളം ഊറി വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഇട്ട് ബീറ്റ് ചെയ്യരുത്. ഈ ഒരു ഫോം ആകുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മഞ്ഞ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ഇളക്കണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ലൈറ്റായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടാകരുത്, ചെറിയ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ തടവി കൊടുത്താലും മതി. അപ്പം ബട്ടറിൻ്റെ അല്ലെങ്കിൽ ഓയിലിൻ്റെ അളവ് കൂടരുത്. ആ ഒരു പാനിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ചൂടാവരുത് ചട്ടി, ചെറിയ ചൂടാണ്. നമ്മുടെ ആ ഒരു ബട്ടറും ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യാൻ വെറും 10 മിനിറ്റേ വന്നുള്ളൂ. ആ മഞ്ഞയും വൈറ്റും കൂടി ബീറ്റ് ചെയ്തെടുക്കാൻ വെറും 10 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുത്തത്. അത്രയ്ക്ക് പാടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വിസ്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ ഇതൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതേപോലെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റാണ് കുക്കിംഗ് ടൈം പറയുന്നത്. പക്ഷെ നമ്മളിതിൻ്റെ കുക്കിംഗ് ടൈം കറക്റ്റ് അറിയുന്നത് നമ്മുടെ ആ മുട്ട നന്നായിട്ട് പൊന്തി അടപ്പ് വരെ തട്ടി എത്തുമ്പോൾ നമുക്കിത് തുറന്നിട്ട് നമ്മുടെ ഓംലെറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുക്കുകയല്ല, അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനമെല്ലാം ഇങ്ങനെ പുറത്തേക്കൊന്ന് തള്ളി വരും. അതാണ് അതിൻ്റെ കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു സൈഡ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഉൾവശം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഓക്കെ ആണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. മുട്ടയുടെ കുക്കിംഗ് ടൈം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ താന്നു പോവും, പിന്നെ കാണാൻ ഭംഗി ഉണ്ടാവത്തില്ല. ഇത് ഞാൻ രണ്ടാമത് വീണ്ടും ചെയ്തെടുത്തതാണ്, കറക്റ്റ് കുക്കിംഗ് ടൈമിൽ ചെയ്തെടുത്തതാണ്. അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.